വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ. അതിൻ്റെ പോരായ്മകൾ ഒരുപാടുണ്ട്. പിന്നെ ചുമ്മാ ഇരിക്കല്ലേ, ഒരു ദിവസത്തെ എൻ്റെ ഒരു ഡേ എനിക്കും കാണാമല്ലോ എന്ന് പറഞ്ഞ് എടുത്തു വച്ചിരിക്കുന്നതാണ്. അപ്പോൾ രാവിലെ തന്നെ 3:25 എണീറ്റു. കാരണം 3 മണിക്ക് അലാറം വെച്ച് അടിച്ചടിച്ച് 3:25 ഞാൻ എണീറ്റു. ഇത്രയും നേരത്തെ എണീക്കാൻ കാരണം ചേട്ടന് ചോറ് കൊണ്ടുപോകണം. പിന്നെ എൻ്റെ പരിപാടികളൊക്കെ നേരത്തെ ഒതുക്കിയാൽ പിന്നെ എനിക്ക് ഫ്രീ ആയിട്ടിരിക്കാം, അതാണ് കാര്യം. 3:30 എണീറ്റു. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തു. എനിക്ക് രാവിലെ എണീറ്റിടം ബ്രഷ് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം കാണില്ല, എന്താണെന്നറിയില്ല. എന്തോ ഒരു അസ്വസ്ഥത ഫീലിംഗ് ആണ്, എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഉറങ്ങി തൂങ്ങി എന്ത് ചെയ്തു, ഫസ്റ്റ് തന്നെ അരി കഴുകലാണ്. ആ കഴുകലിൻ്റെ നിപ്പ് കണ്ട ഒരു അരമണിക്കൂർ എടുത്ത് കഴുകണ പോലെ ഇല്ലേ, അതിന് മാത്രം സ്ലോ എടുത്താണ് ഞാൻ ഈ അരി കഴുകുന്നത്. കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ രാവിലെ എണീക്കുന്ന. അയ്യോ, പണ്ടൊക്കെ ആണെങ്കിൽ 5 മണി, എന്താ പറയുക, 6 മണി വരെയൊക്കെ സ്കൂൾ ടൈമൊക്കെ കിടന്ന് ഉറങ്ങുന്ന സമയമല്ലേ. അയ്യോ, അതൊക്കെ ആലോചിച്ച് പോയി. ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം ആ സമയത്ത് 6 മണിക്ക് എണീറ്റാൽ മതി, അതിന് ശേഷം പോയി പല്ല് തേച്ചാൽ മതി, റെഡിയായാൽ മാത്രം മതിയല്ലോ, വേറെ പരിപാടികളില്ലല്ലോ. അയ്യോ, ഇപ്പോഴാണെങ്കിൽ രാവിലെ എണീക്കണം, വീട്ടിൽ ജോലി ചെയ്യണം, അത് വേറൊരു സെക്ഷൻ. ഇതൊക്കെ ഒരു ലൈഫിലൊരു ടേണിങ് പോയിൻ്റ് ആണെന്ന് പറഞ്ഞ് ഞാനങ്ങ് സമാധാനിക്കും ചില സമയം. പക്ഷേ ചില സമയം ഞാൻ ഇത് മിസ് ചെയ്യും കേട്ടോ. എന്താ പറയുക, പഴയൊരു കാലം, ഒരു ജോലി അറിയേണ്ട, ഒന്നും അറിയേണ്ട, പോയി കൈയും കഴുകി മുമ്പേ ഇരുന്നാൽ മതി, ഫുഡ്, അമ്മ വെള്ളം, അമ്മ ചോറ്, ഇങ്ങനെ മാത്രം പറഞ്ഞാൽ മതി. ഇപ്പോഴാണെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് വയ്ക്കണം, വെള്ളം വേണമെങ്കിൽ എടുത്തു കുടിക്കണം, ആരുമില്ല. ആ ഒരു ലൈഫിലൊരു ഡിഫറൻസ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണ സമയത്തൊക്കെയാണ് ആലോചിക്കുന്നത്. എല്ലാവരുടെയും ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ. ഒരു കുട്ടിക്കാലം എന്ന് പറയുന്ന ഒരു മെമ്മറിയാണ്, അത് കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്ന വേറൊരു മെമ്മറിയാണ്. അയ്യോ, എന്താ പറയുക അല്ലേ. പറഞ്ഞ് എവിടെയൊക്കെ എത്തി. അങ്ങനെ അരി തിളപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ഗ്യാസിലങ്ങ് വെച്ചു. പിന്നെ തലേ ദിവസത്തെ കുറച്ച് പാത്രം കിടന്ന് മടി പിടിച്ച് എന്ത് ചെയ്ത് കഴുകിയില്ല. ഒരു മടിയായിരുന്നു, നാളെ രാവിലെ കഴുകാമെന്ന് പറഞ്ഞ്. അത് സത്യം പറഞ്ഞാൽ ചില ദിവസം മാത്രമേ ഇങ്ങനെ ഇട്ടിക്കും, അല്ലെങ്കിൽ എല്ലാം കഴുകി വെച്ചിരിക്കും. സത്യം പറഞ്ഞാൽ നീറ്റായിട്ട് കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് പോകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമില്ല, അതാണ് സത്യം പറഞ്ഞാൽ അടിപൊളി. പക്ഷേ ഇതെന്ത് എനിക്കെന്തോ കഴുകാൻ തോന്നിയില്ല, ഞാൻ അങ്ങനെ ഇട്ടിട്ടങ്ങ് പോയി. അയ്യോ, ഇതൊക്കെ കുക്കറിൽ എന്ത് ചെയ്ത് വെള്ളം നിറച്ച് വെച്ചിരുന്നു കോരാൻ വേണ്ടി. അതെല്ലാം തേച്ച് കഴുകുന്ന കഴിവിലാണ്. എൻ്റെ ഫേസ് കണ്ടറിയാം, എനിക്ക് ഉറക്കം വന്നു വയ്യായിരുന്നു. എവിടെയെങ്കിലും ഉറങ്ങിട്ടിങ് ഇന്ന് കിടന്ന് വീഴും, ആ ഗതിയിലാണ് ഞാൻ അവിടെ നിൽക്കുന്നത് തന്നെ. അയ്യോ, നേരത്തെയൊക്കെ ആണെങ്കിൽ തലേ ദിവസം എന്ത് ചെയ്യും, റൈസ് കുക്കറിൽ ചോറ് തിളപ്പിച്ച് വെക്കുമായിരുന്നു. പക്ഷേ രാവിലെ എണീക്കുമ്പോഴേ ആ ചോറെന്തോ ഉച്ചയ്ക്ക് കൊടുത്തിടുമ്പോൾ ചോറെന്തോ ഒരുമാതിരി ആവുന്നുണ്ട്. കഴിക്കേണ്ടതല്ലേ. അപ്പോൾ ഞാൻ കരുതി കുറച്ച് ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല, രാവിലെ എണീറ്റ് കെട്ടിയുള്ള ഫുഡ് എന്ത് ചെയ്യാം, ഡയറക്റ്റ് നമുക്ക് ചോറായിട്ട് എന്ത് ചെയ്യാം, രാവിലെ എന്ത് ചെയ്യാം, ഒരു തിളപ്പിച്ച് 2 മണിക്കൂർ റൈസ് കുക്കറിൽ വെച്ചിരുന്നാൽ കറക്റ്റായി കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് 3 മണി ടൈം വെച്ച് എണീക്കുന്നത്. 3 മണിക്ക് അലാറം വെച്ചാൽ അടിച്ചടിച്ച് 3:30 ആകുമ്പോൾ ഞാൻ എണീക്കും. രാവിലെ സത്യം പറഞ്ഞാൽ ഒരു 3:30 4 മണി 4:15 ഉള്ള പണി എൻ്റെ കയ്യിൽ കാണുള്ളൂ. കാരണം അരി തിളപ്പിക്കൽ, പിന്നെ എന്തെങ്കിലും അരിഞ്ഞു വയ്ക്കൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള പണി മാത്രമേ കാണത്തുള്ളൂ. അല്ലാത്ത ജോലികളൊന്നും എനിക്കവിടെ കാണത്തില്ല. കാരണം എന്താ പറയുക, തലേന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ കൂട്ടാനൊക്കെ സെറ്റാക്കി വച്ചിരിക്കും, പിറ്റേ ദിവസത്തേക്ക് ചൂടാക്കി എടുത്താൽ മതിയല്ലോ. അതുകൊണ്ട് അതെല്ലാം അങ്ങനെ ചെയ്ത് വച്ചിരിക്കും. അതുകൊണ്ട് വലിയ പണികളൊന്നും വരാറില്ല. അങ്ങനെ പാത്രങ്ങളെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവിടെയൊക്കെ തുടച്ച് പറക്കി വരിയിട്ടു. എന്ത് ചെയ്യും, എപ്പോഴും എനിക്ക് ഈ വെള്ളം നനയിങ്ങനെ ഇഷ്ടമില്ല. അപ്പോൾ ഉള്ളതെല്ലാം ക്ലീൻ ചെയ്തങ്ങനെ ഇടും. പിന്നെ എൻ്റെ ഫ്രിഡ്ജിൻ്റെ കോലം ആരും നോക്കരുത്, ഗതികെട്ട അവസ്ഥയാണ്. പോട്ടെ. തോരനും തേങ്ങയൊക്കെ തുരുവി വെച്ചിരിക്കുക, അതാകുമ്പോൾ പിറ്റേ ദിവസം നമ്മൾ ഡയറക്റ്റ് എടുത്താൽ മതിയല്ലോ, വേറെ പരിപാടി ഇല്ലല്ലോ, എളുപ്പപ്പണിയാണേ. ഞാൻ എന്ത് ചെയ്യും, തോരന് ഇപ്പോൾ ബീട്രൂട്ടാണെങ്കിൽ അതിൻ്റെ തൊലി ചെത്തി കുറച്ച് ക്യൂബായിട്ട് അരിഞ്ഞിട്ടിക്കും ഫ്രീസറിൽ, ഈ ഡപ്പിക്കകത്ത് ഇങ്ങനെ ഇട്ടിക്കും. അതാകുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ചോപ്പ് ചെയ്താൽ മതിയല്ലോ. എനിക്ക് ഈ
എന്താ പറയുക, രാവിലെ എണീറ്റ് തൊലി അരിഞ്ഞ് അയ്യോ അതിനെ കഴുകി വൃത്തിയാക്കി കുട്ടപ്പിയാക്കി ഇത് മെനക്കെട്ട പണിയാണെന്നറിയോ. അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അത് ചെയ്യുകയില്ല. അതുകൊണ്ട് ഞാൻ എളുപ്പപ്പണിക്ക് ഇങ്ങനെയാണ് ചെയ്യുക. അതേപോലെ തന്നെ എന്താ പറയുക, മലക്കറിയൊക്കെ തലേന്ന് അരിഞ്ഞ് വെച്ചിരിക്കും. ചിലപ്പോൾ 2 ദിവസത്തിന് മുമ്പ് തന്നെ എൻ്റെ സാമ്പാറിൻ്റെ മലക്കറിയൊക്കെ ഇതുപോലെ ഡപ്പിക്കകത്ത് കയറും. അതിനും മാത്രമുള്ള മടിച്ചിയാണ് ഞാൻ. സത്യം പറഞ്ഞാൽ അടുക്കളയിൽ നിന്ന് എത്ര പെട്ടെന്ന് ഇറങ്ങാൻ നോക്കുമോ അത്രയും പെട്ടെന്ന് ഇറങ്ങാൻ നോക്കുന്ന ഒരാളാണ്. എനിക്ക് അധികം അടുക്കളയിൽ നിൽക്കുന്ന ഇഷ്ടമേ അല്ല. എന്താ പറയുക, എല്ലാ ജോലികളൊക്കെ കഴിഞ്ഞ് എന്താ പെട്ടെന്നൊന്ന് എവിടെയെങ്കിലും പോയി ഇരിക്കുക, ഫ്രീ ആയിട്ട് ചുമ്മാ ഇരിക്കുക, അതാണ് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി. പിന്നെ കുക്കിംഗ് സത്യം പറഞ്ഞാൽ ഇഷ്ടമാണ്. എന്താ പറയുക, സമയം എടുത്ത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നെക്കൊണ്ട് സത്യം പറഞ്ഞാൽ നടക്കാറില്ല എന്നാണ് സത്യം. കാരണം മോനുണ്ട്. ഈ രാവിലെ 8 മണിക്കൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചാൽ അവനെ ഒരു സൈഡ് മാനേജ് ചെയ്യണം. ആ സമയത്തായിരിക്കും അടുക്കളയിൽ നിൽക്കണമായിരിക്കും. എന്ത് ചെയ്യുക, ചെവിയെല്ലാം റൂമിലോട്ടായിരിക്കും, ആ സൗണ്ട് അവിടെ ആയിരിക്കും. അവൻ എന്ത് ചെയ്യുന്നതായിരിക്കും, എന്തെങ്കിലും എടുത്ത് വായിലിടണമായിരിക്കും, ആ ഒരു മൈൻഡായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ഉള്ളതൊക്കെ എടുത്ത് ഉപ്പിന് ഒരു വേണമെങ്കിൽ പഞ്ചസാര എടുത്തിടും. ആ ഒരു അവസ്ഥയാണെങ്കിൽ അതുകൊണ്ടാണ് ഈ രാവിലെ അവ എണീക്കുന്ന മുമ്പുള്ള എല്ലാ പരിപാടിയും ചെയ്തു വയ്ക്കുന്നത്. പിന്നെ എന്ത് ചെയ്യുക, അടുത്ത ദിവസത്തേക്കുള്ള എന്ത് ചെയ്യുക, തലേന്നൊരു 6 മണിക്ക് ശേഷം തുടങ്ങിയാൽ മതി. അതാകുമ്പോൾ ചേട്ടൻ വരും. അവൻ്റെ മുമ്പ് വരുന്ന തന്നെ എന്തെങ്കിലുമൊക്കെ അരിഞ്ഞ് പറക്കേണ്ടൊക്കെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എനിക്ക് റിസ്ക് ഇല്ല. ഈ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഈ ഇവൻ വന്ന് എന്ത് ചെയ്യും, ഗ്യാസ് വന്നായിട്ട്, അല്ലെങ്കിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് അങ്ങോട്ട് മാറി വയ്ക്കും, ചട്ടിയോടെ പിടിച്ചെടുത്തോണ്ട് പോകണ കാണാം, സ്റ്റൗവിൽ വെച്ചിരിക്കുന്നത് ആ പാനോടെ പിടിക്കണ കാണാം, സ്പൂൺ എടുത്തോണ്ട് പോകും. ഇങ്ങനത്തെ പരിപാടികളാണ്. അയ്യോ, അതുകൊണ്ടാണ് ഈ രാവിലെ എത്ര ഉറക്കിട്ടാലും കുഴപ്പമില്ല, ഈ കൂട്ടാനും കറികളെല്ലാം ഡയറക്റ്റ് പെട്ടെന്ന് വെച്ച് ആ പരിപാടിയൊന്ന് ഞാൻ കഴിപ്പിക്കാൻ നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടത് എൻ്റെ പിച്ചാത്തി ഇടയ്ക്ക് കാണാതെ. ഇതിൻ്റെ കൂടെ ഞാൻ 3 എണ്ണം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതിൽ 2 എണ്ണം കാണാനില്ല. അപ്പോൾ ഈ വലുത് മാത്രം കിടക്കണം. അതിൻ്റെ പിടിയാണെങ്കിൽ കുറച്ച് ലൂസാണ്, അതാണ് ഞാൻ ഉന്തിക്കയറ്റിയത്. അപ്പോൾ ഉള്ളി, ഈ ചട്ടി ചൂടാക്കുന്നത് ബീട്രൂട്ട് തോരൻ വെച്ച് വെക്കാനാണ്. അരി തിളയ്ക്കുന്ന സമയം കൊണ്ട് എന്ത് ചെയ്യും, ബീട്രൂട്ട് തോരനാവും. പിന്നെ തലേ ദിവസം തന്നെ രസം വെച്ച് വെച്ചിട്ടുണ്ട്, അത് ചൂടാക്കിയാൽ മതി. അച്ചാറും ഉണ്ട്. ഇത് ഇത്രയും മതി നമുക്കിവിടെ. രസം 2-3 ദിവസത്തേക്ക് നമുക്കങ്ങ് ഇരിക്കും. ഈ തോരനോ മുട്ടയോ അതൊക്കെ മാത്രം രാവിലത്തെ കുക്കിങ്ങൊക്കെ നമുക്ക് നോക്കിയാൽ മതി. എളുപ്പ പരിപാടിയാണ്. എൻ്റെ തല അയ്യോ, ആരെയും കുറ്റം പറയരുത്, ഞാനിങ്ങനെയൊക്കെയാണ്. എന്താ പറയുക, പണ്ടും എന്താ പറയുക, എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ അമ്മ രാവിലെ എണീറ്റ് 5 മണി 5:30 ആകുമ്പോൾ എല്ലാം എണീറ്റ് വയ്ക്കുക. 7 മണിയാകുമ്പോൾ എന്താ പറയുക, ഫുഡെല്ലാം ആവും അവിടെ, ചോറ് എല്ലാം ആവും. രാവിലെ നമുക്ക് ചോറ് കൊണ്ടുപോകേണ്ടതും പള്ളി പോകുമായിരുന്നു ഡെയിലി. അപ്പോൾ അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, കാപ്പി അതെല്ലാം 7:30 ആകുമ്പോൾ ട്യൂഷന് പോകണം. അപ്പോഴേ ചോറപ്പോൾ കൊണ്ടുപോകണം, അപ്പോഴേ എല്ലാം ആവും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അമ്മ തലേന്ന് അരിയേയില്ല, എല്ലാം അപ്പമാണ് അമ്മ അരിഞ്ഞൊക്കെ ചെയ്യണം. ഞാൻ പലപ്പോഴും ആലോചിക്കും, എൻ്റെ അമ്മയ്ക്കൊക്കെ ഇതെങ്ങനെ പറ്റുന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റില്ല. ഒരു സമയം തന്നെ എന്താ പറയുക, അരിയുക, കുക്ക് ചെയ്യുക, അതൊന്നും പറ്റില്ല. എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. പണ്ടത്തെ അമ്മമാരെല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ. ഇപ്പോഴത്തെ ആൾക്കാരല്ലേ എല്ലാം അരിഞ്ഞ് പറക്കി ഫ്രിഡ്ജിൽ വെച്ച് എളുപ്പപ്പണി നോക്കുന്നേ. അയ്യോ, പറഞ്ഞ് എൻ്റെ അരി തിളച്ച് ഞാൻ എന്ത് ചെയ്തെടുത്ത് റൈസ് കുക്കറിലാക്കിയിട്ടുണ്ട്. തോരനും ഏകദേശം പരിപാടിയൊക്കെ എന്താ ആയി വരികയാണ്. ഇത് നമ്മൾ ഉച്ചത്തേക്കും ബാലൻസ് കാണൂല, വൈകിട്ടത്തേക്ക് നമ്മൾ വേറെ എന്തെങ്കിലും കൂട്ടാൻ വയ്ക്കും. അടുത്ത ദിവസത്തേക്ക് ഇവിടെ എടുക്കാൻ തക്കനായിട്ട് വെക്കും. തലേന്ന് വയ്ക്കുന്ന കൂട്ടാൻ തന്നെ എന്ത് ചെയ്യും, അടുത്ത ദിവസത്തേക്ക് ഉച്ചത്തേക്ക് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, സെറ്റാക്കി വയ്ക്കും. അതാകുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ വലിയ പണി കാണൂല. വൈകിട്ട് നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്താൽ മതിയല്ലോ. ഈ ഉള്ളി സത്യം പറഞ്ഞ് ഞാൻ ചെയ്ത് വയ്ക്കുന്നത് ഉള്ളി ചമ്മന്തിക്കാണ്. നമ്മുടെ ദോശയോടെ കഴിക്കാൻ കാപ്പിക്ക് വേണ്ടി ഉള്ളി ചമ്മന്തിക്ക് വേണ്ടിയാണ് ഈ ഉള്ളി തൊലി ഉടച്ച് വെച്ചിരിക്കുന്നത്. എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. ഞാൻ കഷ്ടിച്ച് നിൽക്കുന്നുണ്ട്, എൻ്റെ മുഖം കണ്ടറിയാം. അയ്യോ, ഉറക്കം വന്നു വയ്യ, ആഗതി. ഒരു പരമ്പ് ഇട്ട് ഞാൻ അവിടെ എങ്ങനെ കിടന്ന് ഉറങ്ങും, ആ അവസ്ഥയിലാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. പോടെ. പിന്നെ അടുത്ത പരിപാടികൾ ഇതെല്ലാം ഒതുക്കി വെച്ചിട്ട് വീണ്ടും പോയി ഞാൻ കിടന്ന് ഉറങ്ങും. ഞാൻ പറഞ്ഞില്ലേ, ഒരു അരമണിക്കൂറിൻ്റെ പണി എനിക്ക് രാവിലെ ഉള്ളൊരു 3 മണിക്ക് എണീറ്റ് 3:30 വെച്ച് രാവിലത്തെ പണി കഴിയും. ഈ അരി തിളപ്പിക്കലിൽ മാത്രമേ പണി എനിക്ക് അവിടെ ഉള്ളൂ. പിന്നെ വല്ല തോരനോ അങ്ങനെ എന്തെങ്കിലും സമയം ഉണ്ടെങ്കിൽ മാത്രമേ വയ്ക്കൂ, അല്ലാതെ ഞാൻ അവിടെ വയ്ക്കത്തില്ല.
ഞാൻ എന്ത് ചെയ്യും, പോയി കിടന്ന് ഉറങ്ങാറാണ് ചെയ്യാറ്. അവിടെ തോരനൊക്കെ എല്ലാം എനിക്ക് ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു. നമ്മളാ ചോപ്പർ ഞാൻ സോപ്പിട്ട് കഴുകാറില്ല, അതിൻ്റെ സ്മെല്ല് എനിക്ക് നിൽക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യും, ഉടൻ തന്നെ എന്ത് ചെയ്യും, അല്ല കൈയിട്ട് നല്ല വാഷ് ചെയ്തെടുക്കും. ചോപ്പറൊക്കെ കഴുകാനുണ്ടായിരുന്നു. പിന്നെ മിക്സി അങ്ങനെ ഇങ്ങനെയൊക്കെ ആൾക്കൊത്ത പാത്രങ്ങൾ അപ്പം കഴുകി വെച്ചാൽ കുഴപ്പമില്ലല്ലോ. നമുക്ക് അടുക്കളയിൽ കയറുമ്പം എന്താ പറയുക, ഒരു പ്രത്യേക ഒരു 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 ഭംഗിയല്ലേ നമുക്ക് പാത്രങ്ങളൊന്നും ഇല്ലാതെ കയറുന്നത്. അങ്ങനെ അതെല്ലാം കഴുകി വെക്കുകയാണ് മക്കളെ. അങ്ങനെ അവിടുത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ ഏകദേശം എന്തുവാ ഒതുങ്ങി വരികയാണ്. അങ്ങനെ ഞാൻ അവിടെ എല്ലാം ഒതുക്കി പറക്കി ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് ഞാൻ പോയി കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. പിന്നെ ഞാൻ എണീറ്റത് ഒരു 5:30-ക്കാണ്. 5:30-5:45 എണീറ്റ് നോക്കിയപ്പോൾ നല്ല മഴ. വെളിയിൽ നല്ല മഴയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നേ. ആ മഴയും കണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും അടുക്കളയിൽ വന്നു. ഇനിയുള്ള പരിപാടിയെല്ലാം എളുപ്പമാണ്. നമ്മൾ എന്താ റൈസ് കുക്കറിൽ വെച്ചിങ്ങനെ അരിയെടുത്ത് തിളപ്പിക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന രസം എടുത്ത് തിളപ്പിച്ച് വെക്കുക. പിന്നെ എന്ത് ചെയ്യുക, രാവിലത്തെ ദോശ ചുട്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു ഉള്ളിക്കൂട്ടാൻ സെറ്റാക്കണം. ഉള്ളിക്കൂട്ടാൻ മീൻസ് ഉള്ളിച്ചമ്മന്തി. ഈ കറിയൊന്നും ഉണ്ടാക്കാൻ ഒരു മൂഡില്ലെങ്കിൽ ഞാൻ തട്ടിക്കൂട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഉള്ളിച്ചമ്മന്തി. അതാകുമ്പോൾ ചേട്ടനും ഇഷ്ടമാണ്, കുഞ്ഞിനും ഇഷ്ടമാണ്, ഞാനും കഴിക്കും. ഞാൻ വലിയ ഇതില്ല, ചേട്ടനും പിള്ളേർക്ക് ഇഷ്ടമുണ്ട്. നമ്മൾ വല്ല പഞ്ചസാര വെച്ചെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ രാവിലത്തെ പരിപാടികൾ ഇതൊക്കെയാണ്. ഇത് തന്നെ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു 10-15 മിനിറ്റ് ഈ അരി എൻ്റെ ആവി പോകാൻ മാറ്റി വെച്ചിട്ട് ചോറുടൻ തന്നെ ഞാൻ എന്ത് ചെയ്യും, അപ്പോഴെൻ്റെ ഒരു പരിപാടി ഒരു 6 മണി 6:30-ക്കകത്ത് വെച്ച് എൻ്റെ പരിപാടി അടുക്കളയിലുള്ള കഴിയും. രാവിലെ ചോറെല്ലാം പൊതിഞ്ഞ് ഞാൻ എന്ത് വെക്കും. പിന്നെ ആൾക്ക് കൊടുക്കേണ്ട കാപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ട് വീണ്ടും പോയി സാധാരണ ഞാൻ കിടന്നുറങ്ങും. ഇവ എണീറ്റില്ലെങ്കിൽ ഞാൻ ഒരു 8-8:30-9 മണി ഞാൻ കിടന്നുറങ്ങാറാണ് പതിവ്. അപ്പോൾ ചില സമയം ഇവ എന്ത് ചെയ്യും, ചേട്ടൻ പോകാറാകുമ്പോൾ അവ എണീക്കും. അവൻ ഉറക്കം തെളിഞ്ഞ് അവ എണീക്കും. പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. പിന്നെ അവ ഉറങ്ങി 2:30-3 മണി കഴിയും. അതുവരെ ഞാൻ എന്ത് ചെയ്യും, അവിടെ തന്നെ കാണും. ഇതെല്ലാ പരിപാടിയും കഴിഞ്ഞ് 8:30 അവൻ ഇന്ന് എണീറ്റായിരുന്നു. പിന്നെ അവന് ഫുഡൊക്കെ കൊടുത്ത് പിന്നുള്ള ഒരു പരിപാടിയാണ് ക്ലീനിങ്. രാവിലെ ഒരു സ്റ്റെപ്പ് വെറുതെ റഫായിട്ടൊന്ന് തൂത്തിടും. കാരണം തൂത്തിട്ട് കാര്യമില്ല, അവ വീണ്ടും എന്ത് ചെയ്യും, എല്ലാം വലിച്ചു വാരി വീണ്ടും അവിടെ തന്നെ ഇടും. കാരണം തൂത്തിട്ട് കാര്യമില്ല. അപ്പോൾ വൈകിട്ടാണ് ഞാൻ എന്ത് ചെയ്യുക, ഫുൾ ഡീപ്പായിട്ട് എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക. അങ്ങനെ ഒരു ക്ലീനിങ് പരിപാടിയൊക്കെയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ടി വിയിൽ അവനിരുന്ന് കാണാനായിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് പാമ്പ്. എൻ്റെ കൂടെ ഇരുന്ന് നാഗവനിക സീരിയൽ കണ്ടിട്ടാണോ എന്നറിയില്ല, അവന് പാമ്പ് നേരത്തെ കാക്കാന്ന് പറയും, ഇപ്പോഴാണെങ്കിൽ പാമ്പെന്ന് പറയും. ഇരുന്ന് കാണുന്നത് കണ്ട ഭയങ്കര ഇഷ്ടമാണ്. ഞാനും കാണും ചില സമയത്ത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടാവും. അപ്പോൾ കുറച്ച് സമയം എന്ത് ചെയ്യും, ഞാൻ അതും കണ്ടുകൊണ്ടൊക്കെ ഞാനും ഇരുന്ന് ഗതി കേട്ട് ഈ പാമ്പിന്റെ കാണുകയാണ്. അവന് ഭയങ്കര ഇഷ്ടം ഈ പാമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കും. പാമ്പെന്ന് പറയും. പിന്നെ ആൾക്കൊരു 11 മണിയാകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, ഞാൻ ഫുഡ് കൊടുക്കും. ചോറ് കൊടുക്കാൻ നല്ല പാടാണ്. കാരണം എന്താ പറയുക, കഴിക്കാൻ നല്ല മടിയുള്ള കൂട്ടത്താണ്. അപ്പോൾ എന്ത് ചെയ്യും, വീണ്ടും പാമ്പ് അങ്ങനെ ഇങ്ങനെയൊക്കെ പൂച്ച വരും. വൈകിട്ട് എന്ത് ചെയ്യുക, മുട്ടായി വാങ്ങിച്ച് തരാം, ബാറ്ററി വാങ്ങിച്ച് തരാം. അവന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് ബാറ്ററി ശേഖരണം.
അതൊക്കെ വാങ്ങിച്ചു തരാമെന്ന് പറയുമ്പോൾ അവൻ കഴിക്കും കേട്ടോ. പിന്നെ അതെല്ലാം കഴിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, വീണ്ടും അടുത്ത പിറ്റേ ദിവസത്തേക്കുള്ള പരിപാടിയിലോട്ട് പോകും. വേറെ ഒന്നുമല്ല, എന്താ നാളെ വെക്കേണ്ട സാമ്പാർ, തോരൻ, അതൊക്കെ എങ്കിൽ കുത്തിയിരുന്ന് അങ്ങ് അരിഞ്ഞ് വയ്ക്കും. അതാകുമ്പോൾ കുറച്ച് പരിപാടി നമുക്ക് ഒഴിഞ്ഞ് കിട്ടും. സാധാരണ ഞാൻ ഇത് 3 മണിക്ക് ശേഷമാണ് ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ സമയം കിടപ്പുണ്ട്. 3 മണിക്ക് ശേഷം ഇവ ഇനി എന്തായാലും ഉറങ്ങണം 3 മണി. അപ്പോഴേ എനിക്ക് ഉറങ്ങാൻ പറ്റും. ഇതിൻ്റെ ഇടയിൽ അവൻ എന്തായാലും ഉറങ്ങത്തില്ല. അപ്പം ഞാനും കരുതി ഈ ടൈമിൽ അവൻ എന്ത് ചെയ്യാം, TV ഇട്ട് കൊടുത്തിട്ടിരുന്നാൽ എനിക്ക് എൻ്റെ മുമ്പിൽ ഇരുന്ന് തന്നെ എനിക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സമയത്ത് ഞാൻ എന്ത് ചെയ്യും, കുത്തിയിരുന്ന് മലക്കറി അരിയും തേങ്ങ തുരുവും അങ്ങനെ അല്ലറ ചില്ലറ പരിപാടിയൊക്കെ അങ്ങ് എന്ത് ചെയ്യും, ബൗളിലൊക്കെ ആക്കി അങ്ങ് വയ്ക്കും. അതാകുമ്പോൾ എനിക്ക് വൈകിട്ട് ഒരു 6:30-ക്ക് ശേഷം എടുത്ത് കുക്ക് ചെയ്താൽ മാത്രം മതി. പിന്നെ ക്ലീനിങ് പരിപാടിയേ ഉള്ളൂ. സ്വർഗ്ഗം. അയ്യോ പറഞ്ഞപ്പോൾ എന്ത് എളുപ്പം. അയ്യോ എന്നാ പാടെന്നറിയാം മക്കളെ. ഇവിടെ ഇത് സാമ്പാറിനാണ് അരിഞ്ഞ് വയ്ക്കുന്നത്. അപ്പോൾ തോരന് ഇലക്കറി തോരനാണ്. ഈ വീട്ടിൽ ഞാൻ വന്ന് 1.5 വർഷമായി. വീട്ടിൽ മുറ്റത്ത് വലിയൊരു മുരിങ്ങ മരം ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇന്നേ വരെ ഇലക്കറി തോരൻ വച്ചിട്ടില്ല. വേറെ ഒന്നുമല്ല, ആ ഇലക്കറി എന്താ നന്നാക്കാൻ മടിച്ച്. അതായത് കുത്തിയിരുന്ന് കുറച്ച് നേരം നന്നാക്കണമല്ലോ, അതായതുകൊണ്ട് മാത്രം ഞാൻ എന്ത് ചെയ്യും, അത് മടിച്ച് ഞാൻ അത് ചെയ്യാറില്ല. എനിക്ക് എന്തോ ഒരു മടി, അങ്ങനെ പറഞ്ഞാൽ മടി. അപ്പോൾ 1.5 വർഷത്തിന് ശേഷം ഇന്ന് ഞാൻ എന്ത് ചെയ്തു, ഇലക്കറി വയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ എന്ത് പറയുക, ഇലക്കറി വയ്ക്കാൻ. ഈ ഇലക്കറി തോരൻ ഞാൻ മാത്രമേ കഴിക്കൂ, എൻ്റെ കുഞ്ഞ് കഴിക്കുമെന്ന് എനിക്കറിയില്ല. അതിന് അടുത്ത ദിവസം കഴിച്ച് നോക്കിയിട്ട് അറിയാം. അവന് കഴിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ചേട്ടന് ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് വയ്ക്കാത്തത്. ആൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വയ്ക്കാം. ഞാൻ മാത്രമായിട്ട് എഫേർട്ട് എടുക്കണ്ടല്ലോ, ഞാൻ ഉള്ളതെല്ലാം കഴിക്കും. എനിക്ക് ഇതുപോലെ വല്ല മോര് കിട്ടിയാലും മതി, ഞാൻ അന്നത്തെ കാര്യം കുഷാറായിട്ട് ഞാൻ കഴിക്കും. ആളൊക്കെ ആണെങ്കിൽ എല്ലാ ഐറ്റംസൊന്നും പിടിക്കില്ല, അവിയൽ കഴിക്കില്ല, അങ്ങനത്തെ ഒരാളാണ്. ചൂരമീൻ മാത്രം വെച്ച് കൊടുത്താൽ മതി, ഫുൾ എല്ലാ ദിവസവും ആളെന്ത് ചെയ്യും, ചൂരമീൻ വെച്ച് മാത്രം കഴിച്ചുകൊണ്ട് കിടക്കും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം മക്കളെ. അപ്പോൾ ഇലക്കറിയെല്ലാം എന്ത് ചെയ്ത് നന്നാക്കി പറക്കി എടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് മോൻ വന്നും പോയി നിൽക്കുന്നുണ്ട്. ഈ ഇലക്കറി കൊത്തൊക്കെ വന്ന് എടുത്തോണ്ട് വരും, ആ അവസ്ഥയിലാണ്. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഒരു 2 മണിയായപ്പോൾ 2 ചപ്പാത്തി, മാങ്ങാച്ചാർ, രസം, മുട്ട, തോരൻ, ഇത് ഞണ്ണുകയാണ്. അതും ഞാൻ കാണുന്ന TV കൊണ്ടാണ്. ചപ്പാത്തി വലിയ ഇഷ്ടമില്ലെങ്കിലും കഴിക്കും, കാരണം ഉച്ചയ്ക്ക് ഞാൻ ചോറ് അധികം കഴിക്കാറില്ല. വല്ലപ്പോഴും കഴിക്കുമെങ്കിലും അല്ല വലുതായിട്ട് ഞാൻ കഴിക്കില്ല. അപ്പോൾ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, മുണങ്ങി ഇരുന്ന് ഞണ്ണുകയാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഓരോ ഉറക്കമൊക്കെ കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അണ്ണനും അമ്മയും വന്നായിരുന്നു. പിന്നെ കുഞ്ഞിനെ അവിടെ ഏൽപ്പിച്ചിട്ട് ഞാൻ എൻ്റെ മയിൽ വാഹനം കൊണ്ട് റോഡിൽ പോവുകയാണ്. നാളത്തേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. ഇതാണ് എൻ്റെ വണ്ടി. എങ്ങനെയുണ്ട്, കൊള്ളാമല്ലേ? അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വന്ന് ചത്തേന്ന് അറിഞ്ഞിരിക്കുകയാണ്. ജനലിൻ്റെ വശമൊന്നും നോക്കണ്ട, എന്തിനു കിട്ടിയാലും അതിൻ്റെ മണ്ടയിലെടുത്ത് പൊത്തി വയ്ക്കും. അതെൻ്റെ പണ്ടേയുള്ള ശീലമാണ്. എന്നിട്ട് എന്തെങ്കിലും ഒരു ദിവസം കിടന്ന് വൃത്തിയാക്കും. അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഉള്ളിക്കൂട്ടം വെച്ചു, ബീട്രൂട്ട് രാവിലത്തത്, ഒരു സാമ്പാർ കറി വെച്ചു. ഇതൊന്നും വീഡിയോ എടുക്കേണ്ട ടൈമില്ല, എന്നാൽ ഞാൻ വെച്ച് തീരില്ല. ഇതിലിനി കടുവറുത്താൽ മാത്രം മതി. രസം ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ മക്കളെ ഞാൻ ചത്തു എൻ്റെ പൊന്നെ. പിന്നെ കുറേ നേരം പോയി കിടന്നു കേട്ടാ. ഇതെല്ലാം പോയി കഴിഞ്ഞ് ഞാൻ പോയി ഒരു കുളി പാസ്സാക്കി. അപ്പോഴാണ് ഒരാശ്വാസം. എൻ്റെ പൊന്നെ എന്തൊരാശ്വാസമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു യാത്ര ഉണ്ടായിരുന്നു. അമ്മൂമ്മേരെ വീട് വരെ പോകണമായിരുന്നു. അപ്പോൾ അവിടെ വരെ ഒന്ന് പോയി. അപ്പോഴാണ് അമ്മൂമ്മ പറഞ്ഞ് BP നോക്കേണ്ട മെഷീൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അപ്പം തന്നെ അമ്മൂമ്മയെ എടുത്തിട്ട് എനിക്ക് നോക്കണം. ചില സമയം എനിക്ക് നല്ല BP കൂടി നിൽക്കും, ചില സമയം നല്ല ലോ ആവും. എന്തായാലും നോർമലായിട്ട് വരാൻ ചാൻസ് ഇല്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, BP നോക്കണം. എൻ്റെ BP ആണ് നോക്കണം. ഇടയ്ക്ക് നോക്കിയപ്പോൾ ഞാൻ 160 എനിക്കൊരു സമയം ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് എനിക്കറിയത്തില്ല. അത് ചിലപ്പോൾ ടെൻഷൻ്റെ അല്ല ആയിരിക്കാം. ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോൾ എനിക്ക്, പിന്നെ ഇപ്പം നോക്കിയപ്പോൾ 121 നോർമൽ തന്നെയായിരുന്നു. പിന്നെ ചേട്ടനും നോക്കി, കുഴപ്പമില്ലായിരുന്നു. പിന്നെ കുറച്ച് നേരം എന്ത് ചെയ്തു, അമ്മൂമ്മയുടെ അടുത്ത്, അമ്മൂമ്മയുടെ ചേച്ചി, അതും അമ്മൂമ്മയും തന്നെ, 2 അമ്മൂമ്മയുടെ അടുത്തും കുറച്ച് നേരമൊക്കെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ചെറിയൊരു മഴത്തൂറ്റിൻ്റെ ഒരു ലക്ഷണം ഞാൻ കണ്ടുവരുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ഉമ്മയും ടാറ്റയും ബായും എല്ലാം പറഞ്ഞ്
ഞാൻ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി. അപ്പോൾ അതിനുശേഷം നമുക്ക് ഒരിടെ യാത്രയില്ലായിരുന്നു. നേരെ ഞങ്ങൾ എത്തിയത് എൻ്റെ വീട്ടിലേക്കാണ്. ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ എൻ്റെ വീട്ടിൽ എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. കുറച്ച് ലോങ് ആണെന്നറിയാം, ആദ്യമായിട്ടാണ് എടുക്കുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ബൈ, ലവ് യു ഓൾ, ടാറ്റാ.